ഇപ്പം കുട്ടികളുടെ കാര്യത്തിൽ കൊച്ചു കുട്ടികൾ ഇപ്പോൾ LKG പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അതിനു മുന്നേ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരുപക്ഷെ നമ്മൾ ഈ കണ്ണട വെച്ച് പോകുന്നത് കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുള്ള കണ്ണടയൊക്കെ വെച്ച് തന്നെ പോകുന്നത് കാണാം. നമുക്ക് വിഷമം തോന്നാറുണ്ട്. കാരണം ഒരു പ്രായമായിട്ടുള്ള ഒരു സ്റ്റേജിൽ കാണേണ്ടത് കൊച്ചു കുട്ടികളിൽ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് എന്താണ് അതിൻ്റെ ഒരു കാരണം എന്താണെന്നുള്ളതൊന്ന് പ്രൈമറി ആയിട്ടൊന്ന് വിശദീകരിക്കാം. പലപ്പോഴും പല അസുഖങ്ങളെക്കുറിച്ചും കണ്ണ് മാത്രമല്ല പല അസുഖങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഇതൊക്കെ ഇപ്പം ഉണ്ടായതല്ലേ, മുമ്പൊന്നും നമ്മളിങ്ങനെ കേട്ടിട്ടില്ലല്ലോ എന്നുള്ളത് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. അതിലെന്താ വെച്ചാൽ ചില അസുഖങ്ങൾ ഈ കാലത്ത് കൂടി വരുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ ജീവിതശൈലി അസുഖങ്ങൾ പലതും ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേക ശൈലിയിൽ സ്വാഭാവികമായിട്ടും കൂടി വരുന്നുണ്ട്, അത് സ്വാഭാവികമാണ്. എന്നാൽ പല അസുഖങ്ങളും കണ്ടെത്തുന്നതിൻ്റെ തോതും കൂടി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പല അസുഖങ്ങളും പല ക്യാൻസർ ആയിക്കോട്ടെ, ഫോർ എക്സാമ്പിൾ എടുക്കണം. ക്യാൻസർ ജീവിതശൈലി കാരണം കുറച്ച് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടിയിട്ടുണ്ടെന്നത് ശരിയാണ്. ഹൃദയരോഗങ്ങൾ ഉൾപ്പെടെ ഹൃദയരോഗങ്ങൾ കുറേ ജീവിതശൈലിയാണ്. ക്യാൻസറും കുറേയൊക്കെ ജീവിതശൈലിയായിട്ട് തന്നെ പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഭക്ഷണ ക്രമീകരണത്തിൽ എക്സസൈസിലൊക്കെ ഉണ്ടാകുന്ന അപാകത മൂലമാണ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെയാണ് ഇത് ക്യാൻസറിൻ്റെ പല അസുഖങ്ങളും അത് കണ്ടെത്തുന്നത് കൂടി കുറച്ച് നേരത്തെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. കാരണം ചികിത്സിക്കുന്നതിൻ്റെ ഒരു പാർട്ടാണല്ലോ ഇത് അസുഖം കണ്ടെത്തുക എന്നുള്ളത്, ഡയഗ്നോസ്റ്റിക്സ് എന്നുള്ളത്. ആ ഡയഗ്നോസ്റ്റിക്സ് മേഖലയിൽ പല രീതിയിലും ബ്ലഡിലെ പരിശോധനയായിക്കോട്ടെ, മറ്റ് ഈ സ്കാനിങ് ടെസ്റ്റുകളായിക്കോട്ടെ, അതുപോലത്തെ കുറേ ടെസ്റ്റുകൾ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ അവൈലബിലിറ്റി കൂടി, അതെല്ലാവർക്കും പ്രാപ്യമായ രീതിയിലായി, പ്രത്യേകിച്ച് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ പല അസുഖങ്ങളും നേരത്തെ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ആ കണ്ടെത്തുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നത്, അസുഖങ്ങളുടെ എണ്ണം കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. സൗകര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അസുഖങ്ങൾ കൂടി മാത്രമല്ല, അത് കണ്ടെത്തുന്ന കൂടി നേരത്തെ ആയതുകൊണ്ട് പല എണ്ണം കൂടുതലായിട്ട്. അതേപോലെ തന്നെ കണ്ണിൻ്റെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഈ കാഴ്ചത്താറുകളൊക്കെ മുമ്പേ കുട്ടികൾക്കുള്ളതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ എന്താ പറയുക, നമ്മുടെ കാലത്തൊക്കെ സ്കൂളിൽ വിട്ടെന്ന് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, തൊടിയിലും പറമ്പിലും പോയി കളിക്കാൻ ഓടുക എന്നുള്ളതല്ലാതെ അന്നൊന്നും ഫോണില്ലല്ലോ. അപ്പോൾ ഈ ഇപ്പോഴത്തെ കാലത്ത് എന്താ വെച്ചാൽ കുട്ടികൾ കൂടുതലായിട്ട് ഫോണിലിരിക്കുമ്പോൾ 2-3 പ്രശ്നങ്ങൾ വെച്ചാൽ, ഒന്ന് അവരുടെ കണ്ണ് ഇമ വെട്ടാതെ നോക്കുന്നു എന്നുള്ളതാണ് ഒന്ന്. അത് കാരണം കണ്ണിന് സ്ട്രെയിൻ വരാം, പ്രയാസങ്ങൾ വരാം. കാരണം കണ്ണിനീര് ഡ്രൈ ആയി പോവും, അപ്പോൾ കണ്ണിന് പ്രയാസങ്ങളുണ്ടാവും ഒന്ന്. രണ്ടാമത് സൂക്ഷ്മതയോടെ നോക്കണം. മറ്റു ബുക്കിലേക്ക് ജസ്റ്റ് നോക്കുന്നു, പിന്നെ 4 നോക്കുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ മൊബൈലിലേക്ക് നോക്കുമ്പോൾ അവിടുന്ന് ആ സ്ക്രീനിൽ നിന്ന് കണ്ണ് ഇമ വെട്ടാതെ നോക്കണം. അപ്പോൾ കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് നോക്കേണ്ടി വരും, ഒരേപോലെ ഫോക്കസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ ചെറിയ കാഴ്ച തകരാറുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും പ്രയാസം വരാം. തലവേദന, കണ്ണുവേദന, കണ്ണിന്ന് വെള്ളച്ചാട്ടം, രണ്ടായിട്ട് കാണുന്ന പ്രയാസം, തലകറക്കം, അങ്ങനെ പല പ്രയാസങ്ങളുണ്ടാവാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ തകരാറുകൾ കണ്ടെത്തുന്നു. ഇത് പാരൻസ് ശ്രദ്ധിക്കുന്നു, മൊബൈൽ നോക്കുമ്പോൾ പ്രയാസം ഉണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ TV കാണുമ്പോൾ അടുത്ത് പോയി കാണുന്നു എന്ന് പറയുന്നു. അങ്ങനത്തെ ഒരു ബുക്ക് നോക്കുമ്പോൾ അത്ര തന്നെ ചിലപ്പോൾ ഈ പ്രയാസങ്ങൾ പുറത്ത് ചാടിക്കൊള്ളുന്നില്ല. അത് ഞാൻ സാധാരണ പറയാറുള്ള, ശ്വാസം മുട്ടുള്ള ആൾക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ശ്വാസം മുട്ടുണ്ടാവില്ല, ഒരു കാറ്റം കയറുമ്പോഴോ ഒക്കെയാണ് ശ്വാസം മുട്ട് പുറത്ത് ചിലപ്പോൾ കാണുക അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ചെറിയ കാഴ്ച തകരാറുള്ള ആളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കുമ്പോഴുള്ള കാര്യങ്ങൾ, അതൊന്നും വലിയ പ്രയാസം ഉണ്ടാവില്ല. കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒരേപോലെ നോക്കുന്ന, പ്രത്യേകിച്ച് സ്ക്രീൻ ഉപയോഗം, ആ സമയത്ത് ഈ ചെറിയ കാഴ്ച തകരാറ് തന്നെ അവർക്ക് സിംറ്റമാറ്റിക് ആവും, ലക്ഷണങ്ങൾ കാണിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കൂടുതൽ ഇത്തരം കാഴ്ച തകരാറുകൾ കണ്ടെത്തുന്നു. പ്രത്യേകിച്ച് ഈ സ്ക്രീനിൻ്റെ ഒക്കെ ഒരു ട്രിഗർ ആയിട്ട്. രണ്ടാമത്തെ കാര്യം, ഈ പണ്ടത്തെ കാലത്തേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ അവയർനെസ് പ്രോഗ്രാംസ് കൂടി. കുട്ടികൾക്ക് കാഴ്ച തകരാറായിക്കോട്ടെ, ബാക്കി മുതിർന്നവർക്ക് എന്ന അസുഖങ്ങളെക്കുറിച്ചായിക്കോട്ടെ, അതിനെക്കുറിച്ചൊക്കെയുള്ള ബോധവൽക്കരണം കൂടുതലായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ വഴിയും കിട്ടുന്നുണ്ട്. അല്ലാതെ തന്നെ ഗവൺമെൻറ് പല സോഴ്സിലൂടെയും അത് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ണിൻ്റെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ സ്ക്രീനിങ് പ്രോഗ്രാമിൽ കണ്ണിൻ്റെ പരിശോധന കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് ടീച്ചേഴ്സ് കൂടുതൽ അവെയറാണ്. പലപ്പോഴും കാഴ്ച തകരാറുള്ള കുട്ടികളെ പാരൻസ് കൊണ്ടുവരുമ്പോൾ അതെങ്ങനെ മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ ടീച്ചർ പറഞ്ഞതാണെന്ന് പറയാം. കാരണം ടീച്ചേഴ്സിന് കൂടുതൽ അവയർനെസ് കൊടുത്തു. അപ്പോൾ അവർക്ക് എങ്ങനെ കാഴ്ച തകരാറുള്ള കുട്ടീനെ പെട്ടെന്ന് കണ്ടെത്താം, അല്ലെങ്കിൽ പഠന വൈകല്യമുള്ള കുട്ടീനെ എങ്ങനെ കണ്ടെത്താം, അങ്ങനെ കുറേ വെറും എങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളതിലപ്പുറം ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ടീച്ചേഴ്സിൻ്റെ ശ്രദ്ധ അവർക്ക് അവരുടെ ഷെഡ്യൂളിൽ ഓൾറെഡി ഉൾപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം തകരാറുകൾ അവർ നേരത്തെ കണ്ടെത്തുന്നു. പിന്നെ ഗവൺമെൻറ് സെക്ടറിലാണെങ്കിൽ ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ, അവർ പോയിട്ട് കുട്ടികളെ കാഴ്ച പരിശോധിക്കുകയും തകരാറുള്ള ആളുകളെ നേരത്തെ തന്നെ കണ്ടെത്തി
ഒഫ്താൽമോളജിസ്റ്റ് റെഫർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഈ കാഴ്ച തകരാറുകൾ കൂടുതലായിട്ട് കണ്ടെത്തുകയും അത്തരം തകരാറുകൾക്ക് സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് കന്നഡ കൊടുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് കന്നഡ കൂടുതലായിട്ട് ഈ കാലത്ത് കാണപ്പെടുന്നതാണ് ചുരുക്കി പറയുന്നത്. ഓക്കെ ഓക്കെ.